ഹലോ ഹായ്. ദേ കണ്ണിൻ്റെ അടുത്തുള്ള കറുപ്പൊക്കെ പോയിട്ടോ. എത്ര ആൾക്കാർക്കായിരുന്നു സന്തോഷം എന്നറിയോ? എൻ്റെ മുഖത്ത് തന്നെ പാട് വന്നു, അത് കഷ്ടപ്പാടാണ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പാടൊക്കെ പോയി, 2-3 ദിവസം പാടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് കഷ്ടപ്പാടാണ്. അതിപ്പോൾ എപ്പോഴാ പോവുക എന്നുള്ളത് തമ്പുരാനല്ലേ അറിയൂ. അപ്പം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഇന്നും കുറച്ച് തിരക്കും കാര്യങ്ങളുമായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഗൈസ്. വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല, പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് മാത്രം എന്തിട്ടാണ് ഇത്ര വലിയത് എന്നല്ലേ എല്ലാവരും പറയുന്നുണ്ട്. ദൈവം എന്നെ വല്ലാതെ ശിക്ഷിച്ചോ എന്ന്. ശിക്ഷിച്ചതാണോ കനിഞ്ഞതാണോ എന്നുള്ളത് ഒരു എപ്പോഴും പറയും 2 മാസം എന്ന്. ഒരൊറ്റ മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പം ഞാൻ തെളിവ് സഹിതം ഈ 9ാം ക്ലാസ്സുകാരി എവിടം വരെ എത്തി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഇന്നും കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നലെ കോഴിക്കോട് പോയി, മിനിയാന്ന് കോഴിക്കോട് പോയി, ഇന്ന് വീട്ടിലോട്ടാണ് പോണത്. ഇന്നലെ വാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സന്തോഷത്തിൽ വീഡിയോ എടുക്കാനൊക്കെ എന്നോട് മറന്നുപോയി. പിന്നെ സിസ്റ്റർ പൊതുവേ ഞാൻ കാണിക്കാറില്ലല്ലോ. അപ്പോൾ വാപ്പി വന്നിട്ട് സന്ധ്യാസമയത്ത് വന്നിട്ടൊരു 9:30 ആയപ്പോഴാണ് തിരിച്ച് പോയത്. അപ്പോൾ കഥ പറഞ്ഞ് അങ്ങറ്റത്തെത്തിക്ക്. അപ്പം അങ്ങനെയാണ് വളരെയധികം എക്സൈറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ അത് പറയണം. ഭയങ്കര ടെൻഷനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കട്ടൻ കുടിക്കാം കേട്ടോ. ഗുപ്തം പറഞ്ഞിരിക്കുന്നുണ്ട് ചായ ഊതി കുടിക്കണമെന്ന്. മധുരടാത്ത കട്ടൻ ചായ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഷുഗർ ഉണ്ട് എന്ന്. ഇല്ലടോ, എനിക്ക് മധുരം പറ്റൂല എന്ന് പറയാനും ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കും കേട്ടോ. ചില കട്ടൻ ചായയിലൊക്കെ മധുരമിട്ട് കുടിക്കുമ്പോൾ വേഗം തലിക്ക പിടിക്കും. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് സന്തോഷം എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നോ ഒന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത്. കാരണം ലേറ്റാവും വരാൻ. എൻ്റെ വീട്ടിൽ വൈഫൈയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വൈഫൈ ഉള്ളൂ. വൈഫൈൻ്റെ പറഞ്ഞപ്പോഴാണ് എപ്പോഴും പറയണമെന്ന് വിചാരിക്കും. നമ്മളെ തളർത്താൻ 100 പേരുണ്ടാവും, താങ്ങാൻ ഒരു പേര് പോലും ഉണ്ടാവില്ല. എൻ്റെ ഒരു അനുഭവം പറയാം, ആരെയും വെച്ചിട്ട് എന്താക്കിയിട്ട് പറയുന്നല്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, റീച്ചൊക്കെ ആയി തുടങ്ങി, അതിന്ന് പേയ്മെൻറ്റ് കിട്ടി തുടങ്ങി. അപ്പോൾ ഇത് റെഗുലറായിട്ട് ഇങ്ങനെ വീഡിയോ ഇടണം. റെഗുലറായിട്ട് വീഡിയോ ഇട്ടാലേ നമുക്ക് എന്തെങ്കിലും അതൊന്നും ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഫോണിൽ ഒന്നാമത് ഐഫോണാണ്. ഐഫോണിന് ഈ പറഞ്ഞതുപോലും നെറ്റ് മാക്സിമം അത് വലിച്ചെടുക്കാൻ നോക്കും. കിട്ടിയില്ലെങ്കിൽ നമ്മളെ ചാർജ് തീരുക എന്നല്ലാതെ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കറിയാം. അപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വൈഫൈ ഉണ്ടായിരുന്നു. അപ്പം ഞാനന്ന് നമ്മുടെ തെറിത്തള്ളിയായിട്ട് പൂര തല്ലുള്ള സമയം, ഞാനും അരുണും പൂര തല്ലുള്ള സമയം. അപ്പം നമ്മൾ തിരിച്ച് വീഡിയോ ചെയ്യുമ്പോൾ 58 മിനിറ്റ്, 1 മണിക്കൂർ. എന്ത് പറ്റിയാ? ചായ കുടിക്കാം. ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ എൻ്റെ ഫോണിൽ 2 GB ഉള്ളൂ. ഇത് അപ്ലോഡ് ചെയ്യാൻ അതൊന്നും പോരാ ഗൈസ്. വൈഫൈ തന്നെ വേണം. പോരാ. ഒന്നാമത് ആൻഡ്രോയിഡ് മാതിരിയല്ല ഈ കൂന്ത്രാണ്ടം. അങ്ങനെ ഞാൻ അടുത്ത വീട്ടിൽ വൈഫൈ ഉണ്ടെന്ന് കേട്ട് അവരോട് പോയി ചോദിച്ച്. അപ്പം ഞാൻ അവിടെ പോയി ഇരിക്കലോടെ. കാരണം ഞാൻ എങ്ങോട്ടും പോകാത്ത ഒരാളാട്ടോ, അടുത്ത വീട്ടിലോട്ടൊന്നും പോകാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഈ ഒരു കാരണത്താൽ അവിടെ പോയി ഇരുന്നിത് അപ്ലോഡായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചിങ്ങ് പോരും. അങ്ങനെയാണ്. 2 ദിവസം ഞാൻ അവിടെ പോയിരുന്നു. 3ാമത്തെ ദിവസം അവിടെ ഇരുന്നു. 4ാമത്തെ ദിവസം അവർ പറഞ്ഞു വൈഫൈ അവർ കട്ടാക്കിയെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക്
മാർക്ക് കുറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു. അതുകൊണ്ട് വൈഫൈ നെറ്റിലിങ്ങനെ കളിക്കുന്നതുകൊണ്ട് അവർ വൈഫൈ കട്ടാക്കി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളെ വിളിച്ചു. അപ്പോൾ ഇവിടുത്തെ വൈഫൈ വെച്ച ആൾ തന്നെയാണ് അവിടെയും വൈഫൈ വെച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ വൈഫൈ കട്ടാക്കിയോന്ന് ചോദിച്ചു. ഇല്ലല്ലോ, അവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം മനസ്സിലായി നമ്മൾ ചെല്ലുന്നതാണ് അവർക്ക് വിഷയം എന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ ഇവിടെ വൈഫൈ വെച്ചു. നമ്മുടെ ജാമിത ടീച്ചർ ഉണ്ടല്ലോ, ജാമിത ടീച്ചർ എപ്പോഴും എന്നെ ഉപദേശിക്കും, നമ്മൾ ഒരാളെടുത്ത് ഒരു സഹായത്തിനും പോകരുത്, നമ്മൾ ഒരാളെ ഒരു ഇതും കണ്ട് നിൽക്കരുത്, നമ്മൾ സ്വയം ഒരു ഇതിൽ നിൽക്കണം എന്നാണ്. ഞാൻ വൈഫൈ കട്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ, അവർ കട്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ വൈഫൈ വെക്ക്, എന്തിനാണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ്. എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ് ആട്ടോ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എന്നിട്ട് പിന്നെ ഞാനിവിടെ വൈഫൈ വെച്ച് ഇവിടുന്ന് എനിക്കെപ്പം തോന്നുമ്പോൾ വീഡിയോ ഇടാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ വീട്ടിലോട്ട് പോയാൽ അവിടെ വൈഫൈ ഇല്ല. പിന്നെ വൈഫൈ വന്നതിന് ശേഷം ഞാൻ 1 GB എങ്ങാണ്ട് ഫോണിൽ റീചാർജ് ചെയ്യുള്ളൂ. കാരണം പുറത്ത് പോകുക വെച്ചാൽ നമ്മളെ ഗൂഗിൾ പേ വർക്കാവണം, നമ്മളെ വിളിച്ചാൽ കിട്ടണം എന്നുള്ളത് കൊണ്ട് ചെറിയ പൈസക്ക് മാത്രമേ ഞാൻ റീചാർജ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ 1 GB വെച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് വരിക. വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് രാത്രി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഇന്നും 500 ലാഭിക്കുകയാണ്. ബസ്സിനാണ്, കോഴിക്കോടേക്ക് ബസ്സിന് പോകുന്ന പോലല്ല, താമരശ്ശേരിയിലേക്ക് ബസ്സിന് പോകുന്നത്. നടക്കുക ചെയ്യുക. നടക്കുക എന്ന് വെച്ചാൽ അത് നടപ്പാണെന്നറിയോ മക്കളെ? കോഴിക്കോടേക്കൊക്കെ ബ്ലോക്കാണെങ്കിലും അവർ പറക്കുക ചെയ്യുക, പൈലറ്റാണ്. കൊയിലാണ്ടി അല്ല, കണ്ണൂർ ബസ്സിലും കുറ്റ്യാടി ബസ്സിലൊക്കെ ഉള്ള ഡ്രൈവർമാർ. ഏത് ബസ്സാണ് കിട്ടുക എന്നൊന്നും അറിയില്ല. ഈ ബ്ലോക്ക് കൂടി എന്നെക്കൊണ്ട് വയ്യ വാഹനം ഓടിക്കാൻ. അപ്പോൾ പിന്നെ ബസ് കയറി അവിടെ ഇരുന്നാൽ മതിയല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചുമ്മാ പോവുക കേട്ടോ. ചുമ്മാ പോവുകയെന്ന് വെച്ചാൽ 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് വാപ്പക്കൂടി 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം ഗുപ്തൻ ഊതി കുടിച്ചോ. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ലേറ്റായിട്ടായിരിക്കും വരിക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി കുറച്ച് നാളത്തേക്ക് വീഡിയോസൊക്കെ കുറവായിരിക്കും. ഓൺലൈനിൽ ലൈവിൽ വരൽ കുറവായിരിക്കും, ഒക്കെ കുറവായിരിക്കും. കാരണങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ബൈ.